പക്ഷേ കുറച്ച് ദിവസമായി ബംഗ്ലാദേശിൽ വലിയ കലാപമായിരുന്നു, വലിയ ആക്രമണം, 100-ലധികം പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ വിദ്യാർത്ഥികളാണ് ഈ പ്രക്ഷോഭത്തിന് പ്രധാനമായിട്ടും ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ സംവരണ കോട്ടയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംവരണ കോട്ടയുമായുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ്, എങ്ങനെയാണ് ഇത് താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നത്? ബംഗ്ലാദേശിൽ വലിയ കലാപമാണ് നടന്നത്. വിദ്യാർത്ഥികളും യുവജനങ്ങളും മൊത്തമായിട്ട് തെരുവിലിറങ്ങി ധാക്ക നഗരത്തെ അക്ഷരാർത്ഥത്തിൽ അവർ കയ്യിലെടുക്കുകയാണ് ചെയ്തത്. ഒരു ലോലെസ്നെസ്, അതായത് അവിടെ നിയമവാഴ്ച പോലും സമ്പൂർണ്ണമായി നഷ്ടപ്പെട്ട ദിവസങ്ങളുണ്ടായിരുന്നു, ആഴ്ചകളോളം. വളരെ സ്ട്രോങ് ആയിട്ട് ഭരണാധികാരിയാണ് ഷെയ്ഖ് ഹസീന. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് അവർ തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക, 94 തൊട്ട്. അപ്പോൾ അവർക്ക് നല്ല പാരമ്പര്യമുണ്ട്. ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ മോളാണല്ലോ ബംഗ്ലാദേശിൻ്റെ പിതാവ്. പക്ഷെ എന്താ കാര്യം, അത് യഥാർത്ഥത്തിൽ അവരുടെ കൈവിട്ടു പോയി. ഇവരൊരിക്കലും ഈ യൂത്തിൻ്റെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തതേയില്ല. അതിനിടയിൽ അവിടെ ഇന്ത്യയിലില്ലാത്തൊരു വലിയ പ്രശ്നമുണ്ട്. അവരും മതത്തിൻ്റെ പേരിൽ രാജ്യം ചോദിച്ച് വാങ്ങിയ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ്. പിന്നീട് 71 ഇന്ത്യയുടെ കൂടി സഹായത്തോടു കൂടി അവർ സ്വാതന്ത്ര്യം നേടിയതാണല്ലോ പാകിസ്ഥാനിൽ നിന്ന്. പക്ഷെ അവിടുത്തെ സംവരണത്തിൻ്റെ ഒരു പ്രത്യേകത അത്ഭുതകരമാണ്. അതാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് കലാപത്തിൻ്റെ ഒരു പാഠം. ഈ ആത്യന്തികമായി നമ്മുടെ സംവരണം എന്ന് പറയുന്ന ഒരു എന്ത് കാരണം കൊണ്ടായാലും സംവരണം അന്തിമമായി നമ്മുടെ ചെറുപ്പക്കാരെ, തൊഴിലന്വേഷകരെ, ഭാവി തലമുറയെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്, അവരിൽ അത് ഏൽപ്പിക്കാൻ പോകുന്ന ആഘാതം എന്താണ്, അതുണ്ടാക്കാവുന്ന രോഷം എന്താണ് എന്നതിൻ്റെ ഒരു വലിയ പാഠാണത്. ഈ ബംഗ്ലാദേശിലെ സംവരണത്തിൻ്റെ ഒരു പ്രശ്നം, നമ്മുടെ നാട്ടിലെ തർക്കം ജാതി സംവരണം വേണോ മതസംവരണം വേണോ തുടങ്ങിയ സംഗതിയാണ്. പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക വിഭാഗം, ഈ മുന്നോക്കത്തിൽ പിന്നോക്കം, അതൊക്കെയാണല്ലോ നമ്മുടെ സംവരണത്തിൻ്റെ പ്രശ്നം. അവിടുത്തെ പ്രശ്നമേ അതല്ല. ബംഗ്ലാദേശിൽ ജാതി സംവരണമോ മതസംവരണമോ അല്ല, രാഷ്ട്രീയ സംവരണം, അതാണ് അവിടുത്തെ പ്രശ്നം. ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്ത് ആകെ ഓപ്പൺ കോട്ടയിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ, ഈ ജോലി സാധ്യതകളിൽ 56% സംവരണം. അത് ഈ ഓരോ വിഭാഗം രാഷ്ട്രീയ വിഭാഗങ്ങൾക്കാണ്. അതിൽ 30%, 30% ആർക്കാണെന്നറിയോ? 30% 71 ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പങ്കെടുത്ത പാർട്ടിക്കാർക്കാണ് ആണ് എന്ന് പറഞ്ഞാൽ. ആ പാർട്ടിക്കാർക്കെന്ന് വെച്ചാൽ അവർക്കും അവരുടെ കുടുംബത്തിനും ആജീവനാന്ത സംവരണം. ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് അതിൻ്റെ പെൻഷൻ കൊടുക്കാം എന്നല്ലാതെ അവരെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രിവിലേജ്. ബംഗ്ലാദേശിലെ സ്ഥിതി അതാണ്. എന്താ കാരണം എന്നറിയോ? 20 കൊല്ലമായിട്ട് ഇത് നടന്നു വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത് അവാമി ലീഗാണല്ലോ സ്വാതന്ത്ര്യ സമരം നയിച്ചത്. ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ പാർട്ടിയാണല്ലോ. മുജീബ് റഹ്മാൻ്റെ പുത്രിയാണ് ഹസീന, ആ പാർട്ടിയാണ് അവാമി ലീഗ് ഇപ്പോഴും. അപ്പോൾ അവാമി ലീഗിൽ ആളെ കൂട്ടാനും അതിൽ ആളെ നിലനിർത്താനും ഒരു പ്രധാനപ്പെട്ട, അതിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടും, സംവരണം കിട്ടും. 30%. ആലോചിച്ച് നോക്കൂ, ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ 30% അവാമി ലീഗുകാർക്ക് മാറ്റിവെക്കുന്നു. അങ്ങനെയല്ല പറയുക, ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നാണ് പേര് പറയുക. അപ്പോൾ രാഷ്ട്രീയമായ സംവരണം 56% സംവരണം എന്ന് വെച്ച് നോക്കും. ബാക്കി 44% ആകെ കഷ്ടപ്പെട്ട് മെറിറ്റിൽ കിട്ടാൻ കുട്ടികൾക്ക് സാധ്യതയുള്ളത്. അതുകൊണ്ട് തൊഴിലില്ലായ്മ വലിയ തോതിൽ വർദ്ധിച്ചു. ഇനി തൊഴിൽ കിട്ടിയത് മുഴുവൻ ഭരണകക്ഷിക്കാരായി ഉള്ളത്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഈ കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട്, ഇപ്പോൾ ഈ ഇന്നലെ വന്ന പത്രവാർത്തകൾ വെച്ച് നമ്മൾ കാണുമ്പോൾ 20 കൊല്ലം കൊണ്ട് 20-25% യുവാക്കൾ തൊഴിൽ രഹിതരാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, തൊഴിലില്ലാത്തവർക്ക് വേറൊരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇവിടെ. നമ്മളിപ്പോൾ തൊഴിലില്ലായ്മ വേതനം വരെ കൊടുത്തിരുന്ന ഒരു ഘട്ടത്തിൽ. അപ്പോൾ തൊഴിലില്ലാത്തവരെ പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട തന്നെ ഇല്ല. ഈ ഹസീന മാഡം വളരെ കൃത്യമായി ഡെവലപ്മെൻറ്റിൽ ശ്രദ്ധിച്ച ഒരാളാണ്. പാകിസ്ഥാനിൽ ഈ ബംഗ്ലാദേശിൽ അവരുടെ ഭരണകാലത്ത് വലിയ വികസനം ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണ്. അത് പലരും പല ആംഗിളിൽ നിന്നും അതിൻ്റെ വിലയിരുത്തലുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനം ഇപ്പോൾ ദാരിദ്ര്യത്തിലും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പലരും സയൻറ്റിസ്റ്റുകളൊക്കെ തന്നെ ഈ ലോക പോവർട്ടിയുടെ ഇൻഡെക്സിലൊക്കെ തന്നെ അവർ ക്രമാനുഗതമായി മുന്നോട്ട് വന്നു. ഇപ്പോഴും ദരിദ്ര രാജ്യം തന്നെയാണ്, എന്നാലും മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഇതാണ്, എംപ്ലോയ്മെൻറ്റാണ്. യൂത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ്. അവർ ഏറ്റവും പ്രത്യക്ഷത്തിൽ അവർ സമരം ചെയ്യുന്നത് ഈ കോട്ട എടുത്തു കളയാനാണ്, റിസർവേഷൻ കോട്ട. അതായത് വിദ്യാർത്ഥികളും യുവജനങ്ങളും പറയുന്നത് ഈ കോട്ട എടുത്തു കളയണം, അന്യായമാണ്, ഒരു സംവരണവും ഞങ്ങൾക്ക് വേണ്ട ഈ രാജ്യത്ത് എന്നാണ് സാധാരണ. ഇപ്പോൾ ഒടുവിലുണ്ടായൊരു പ്രശ്നം, കോടതിയിലെത്തിയപ്പോൾ കോടതി ഒന്ന് ന്യായമായിട്ട് ഇടപെട്ടു. കോടതി പറഞ്ഞത് ഈ 56% സംവരണം ഉണ്ടല്ലോ, അത് കോടതി ഇടപെട്ടിട്ട്
സമ്പൂർണ്ണമായി ഒറ്റയടിക്ക് എടുത്തു കളയാൻ വയ്യല്ലോ. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഒക്കെ ആയിട്ട് 5% സംവരണം, ഒരു ചെറിയ പരിഗണന, പ്ലസ് ബാക്കി എല്ലാവർക്കും കൂടി 2%. ബാക്കി എല്ലാവർക്കും എന്ന് പറയാൻ ദരിദ്രർ മാത്രമേ ഉള്ളൂ അവിടെ. കാരണം ആരാണ് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഈ പറഞ്ഞ ധാരാളം ജാതികളും ഉപജാതികളും അത്തരമൊന്നുമില്ലല്ലോ, ഗിരിവർഗ്ഗക്കാരൊന്നുമില്ല, അങ്ങനത്തെ ഇഷ്യൂ ഇല്ലല്ലോ. അപ്പോൾ ബാക്കി എല്ലാവർക്കും കൂടി ചില പ്രത്യേക പരിഗണന വെച്ചിട്ട് ഈ ഹാൻഡിക്യാപ്പ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ടല്ലോ, വികലാംഗര്, ഈ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കൂടി സംവരണം 2%. അപ്പോൾ 5ഉം 2ഉം 7%. ആ 7%-ൽ കൂടുതൽ സംവരണം അനുവദിക്കാനേ പാടില്ല എന്നൊരു കോടതി വിധി വന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അത് നടപ്പാക്കുമോ ഇല്ലയോ എന്ന് ജിയോ ഇറക്കാൻ ഗവൺമെന്റിന് 48 മണിക്കൂർ സമയം കൊടുത്ത് വിദ്യാർത്ഥികൾ സമരം നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതായത് ബംഗ്ലാദേശ് സർക്കാരിന്റെ കയ്യിലാണ് ഈ പന്ത്, അവരെന്ത് ചെയ്യുന്നു അതിന് കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് ചെയ്യുകയല്ല നിവൃത്തിയില്ല. ഈ ഷെയ്ഖ് ഹസീന ശ്രദ്ധിക്കാതെ പോയൊരു അജണ്ടയാണ്, മാത്രമല്ല ലോകം മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഒരു അജണ്ടയുമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ സംവരണം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ കൊണ്ടുപോയാൽ, നമ്മളും കാണിച്ചത് എന്താ, അംബേദ്കർ പറഞ്ഞത് സംവരണം പരമാവധി ഒരു 10 കൊല്ലമൊക്കെ മതിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ്, ഭയങ്കര ഓപ്റ്റിമിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് തൽക്കാലം നമ്മൾ ഒരുപാട് പരിഗണന കൊടുക്കേണ്ടവരുണ്ട്. ഇപ്പോൾ സഹസ്രാബ്ദങ്ങളായിട്ട് ജാതീയമായ അടിമത്തം അനുഭവിച്ച മനുഷ്യർക്ക്, പട്ടികജാതിക്കാരെന്ന് പറഞ്ഞാൽ അതാണ്, പട്ടികവർഗ്ഗക്കാർ ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികളായി കാട്ടിൽ വസിച്ചവർക്ക് ഈ പുറം ലോകത്തിൻ്റെ വെളിച്ചം കിട്ടാൻ സമയമെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേക പരിഗണന വേണം. പിന്നോക്ക പിന്നെ വന്നതാണ് ഇതൊക്കെ, പിന്നെ വന്നതാണല്ലോ ഈ സംവരണമൊക്കെ. ഈ സമുദായങ്ങൾക്ക് സംവരണം തിരിച്ച് മതങ്ങൾക്ക് സംവരണമൊക്കെ പിന്നെ വന്നതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, അംബേദ്കർ എഴുതി വെച്ച ഭരണഘടനയിൽ ഉള്ള ഒരു സാധ്യതയാണ് ഭൂരിപക്ഷം ഉള്ളപ്പോൾ ഭരണഘടനയിൽ ആവശ്യമായ ഭേദഗതി വരുത്താം. അങ്ങനെ ഭേദഗതി വരുത്തിയാണ് ഇത് മതസംവരണം വരെ ആയിത്തീർന്നത്. അതുകൊണ്ട് സംവരണം, ഞാൻ ഈ ബംഗ്ലാദേശ് കലാപം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെ ഒരു ഓപ്പൺ കോട്ടയിൽ നമ്മുടെ പുതിയ തലമുറയുടെ കാര്യക്ഷമത അനുസരിച്ച് അവരുടെ മത്സര സാധ്യതയുണ്ടല്ലോ, കോമ്പീറ്റൻസി അനുസരിച്ച് എത്തിപ്പെടേണ്ട, കാര്യക്ഷമതയുടെ അടിസ്ഥാനത്തിൽ നേടിയെടുക്കേണ്ട ജോലി സാധ്യതകളെ ഈ സംവരണത്തിൻ്റെ കോട്ട തിരിച്ച് നമ്മളും പറയുന്നത് അങ്ങനെയാണ്. 50%-ൽ കൂടാൻ പാടില്ല സംവരണം നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 50% കൊടുക്കാം എന്ന് പറഞ്ഞാൽ 100 ജോലി ഉണ്ടെങ്കിൽ 50 എണ്ണം ഇങ്ങനെ യോഗ്യതയല്ലാത്ത മാനദണ്ഡങ്ങളാൽ. ജോലിക്ക് എപ്പോഴും യോഗ്യതയാണല്ലോ, കോമ്പീറ്റൻസി ആയിരിക്കണമല്ലോ. അപ്പോൾ അതിന് പകരം നമ്മൾ 50% എന്ന് വെക്കുമ്പോൾ ബംഗ്ലാദേശിൽ അതിൻ്റെ പരിധിയും കടഞ്ഞ 56% ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് അത് 7%-ലേക്ക് ഇപ്പോൾ നിജപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലും വേണ്ട എന്ന നിലപാടുള്ളവരാണ് അവിടുത്തെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് BNP ഉണ്ടല്ലോ, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിൻ്റെ അവിടെ BNP. അപ്പോൾ അവരാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം. ആ പ്രതിപക്ഷം പൂർണ്ണമായി, അവിടുത്തെ മുഴുവൻ പ്രതിപക്ഷം ഈ കലാപകാരികളുടെ കൂടെ ഉണ്ട്. തീർച്ചയായും സ്വാഭാവികമാണ്. മാത്രമല്ല പ്രതിപക്ഷത്തെ പരിഗണിക്കാതെ പോകുന്ന ഒരു രീതി നമ്മളിപ്പോൾ ഇവിടെ വലിയ ആക്ഷേപമാണല്ലോ. ആവശ്യത്തിന് പരിഗണന കൊടുത്താലും കൊടുത്തില്ല എന്നുള്ള പരാതിയാണ്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഒരിക്കൽ പോലും പ്രതിപക്ഷവുമായൊരു കൂടിയാലോചന, ലോകം മുഴുവൻ നടന്നിട്ട് കൂടിയാലോചന നടക്കുമ്പോഴും ബംഗ്ലാദേശ് കത്തിയെരിയുമ്പോഴും അവർ ഈ പ്രതിപക്ഷവുമായോ സമര നേതാക്കളുമായോ ഒരു ചർച്ച നടത്താത്തത് കൊണ്ടാണ്. ഇന്നലത്തെ കണക്ക് വെച്ചിട്ട് 163 പേരാണ് ഈ കലാപത്തിൽ മരിച്ചത്. അപ്പോൾ ഈ കലാപം നടത്തുക, അതായത് ഈ അക്രമം നടത്തുന്ന യുവജനങ്ങൾ അല്ലെ വിദ്യാർത്ഥികൾ, ഇവരൊക്കെ ഈ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഷെയ്ഖ് ഹസീന എന്താ കരുതിയത്? അടിച്ചമർത്തി ഈ പ്രശ്നം പോലീസിനെ വിട്ട് അടിച്ചമർത്തിയാൽ തീരുമെന്നാണ് വിചാരിച്ചത്. പിന്നെ ജനരോഷം താഴെ തട്ടിൽ ഏത് അളവ് വരെ, അതിൻ്റെ വോള്യം, അതിൻ്റെ ഡെപ്ത്, അത് അവരെത്ര മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്ര രൂക്ഷമായ കലാപം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഷെയ്ഖ് ഹസീനയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു ഇവർക്ക്. സാമാന്യം നന്നായി നാട് ഭരിച്ചിട്ടുണ്ട്. അഴിമതി ആരോപണങ്ങളും കുറവാണ്. ഞാൻ ബംഗ്ലാദേശ് പൊളിറ്റിക്സ് ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ ഇമേജ് ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബംഗബന്ധു എന്നാണ് അച്ഛനെ വിളിച്ചിരുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാനെ. ഈ മുജീബുർ റഹ്മാനിൻ്റെ പേര് അവർ വളർത്തിയിട്ടുണ്ട്, അതിലൊന്നും തർക്കമില്ല. പോസിറ്റീവായ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ കാൽച്ചുവട്ടിലേക്ക് നോക്കിയില്ല. ഈ മണ്ണിൽ രൂപപ്പെടുന്ന പ്രതിഷേധം എന്താണ്, അതിൻ്റെ കാര്യം എന്താണ്. അപ്പോൾ അത് ഷെയ്ഖ് ഹസീന കണ്ണു തുറക്കാനാണ് സാധ്യത. അവർക്കിപ്പോൾ അത് മനസ്സിലായിട്ട് 163 പേര് ഇന്നലെ വരെ കൊല്ലപ്പെട്ടു എന്നാണ്. ഇന്നത്തെ കണക്ക് നമ്മൾ കയ്യിൽ പുതിയ മീഡിയ ഒന്നും കാണുന്നില്ല. അപ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കാനിടയാണ്. ഒന്ന്, ബംഗ്ലാദേശിലെ സംവരണം പൂർണ്ണമായും അശാസ്ത്രീയമാണ്, അടിസ്ഥാനരഹിതമാണ്, രാഷ്ട്രീയ സംവരണമാണത്, പൊളിറ്റിക്കൽ റിസർവേഷനാണ്. അങ്ങനെ ഒരു സംവരണം ഒരു രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ യുദ്ധത്തിന് പോകേണ്ടവർ പോയിട്ടുണ്ടാകും, പട്ടാളക്കാർ. അവർക്ക് വേണ്ടി രാജ്യത്തെ തൊഴിലവസരങ്ങൾ എന്നേക്കുമായി മാറ്റിവെക്കുന്നതിൽ എന്താ അർത്ഥമുണ്ട്? രാഷ്ട്രീയ സമരങ്ങൾ നടക്കുമ്പോൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടാകും. രാഷ്ട്രീയ പാർട്ടികളുടെ ജോലി അത് തന്നെയല്ലേ.
അതാണ് അവിടുത്തെ ഒരു നോൺസെൻസ്. രണ്ടാമത്തെ കാര്യം, ഇത് ലോകത്തിലെ എല്ലാ സംവരണവാദികൾക്കും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സംവരണവാദികൾക്കുള്ളൊരു മറുപടിയാണ്. അന്തിമമായി സംവരണം ഈ നാട്ടിലെ തൊഴിലന്വേഷകരുടെ മനസ്സിൽ രോഷമുണ്ടാക്കും. ആ ധർമ്മരോഷം എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയിലും അതിൻ്റെ ഒരു ത്രഷോൾഡിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തൊഴിലന്വേഷകരുടെ മനസ്സിൽ അവിടെ എത്തുമ്പോൾ അർഹതയുള്ള 6-7 പേരെ തള്ളിയിട്ടാണ് 8ാമൻ കടന്നു വരിക. അവന് ഏതെങ്കിലും ഒരു സംവരണം ഉണ്ടാകും. ആ സംവരണത്തെ കുറേ കൂടി ഗൗരവമായും, കുറേ കൂടി വസ്തുനിഷ്ഠമായും, കുറേ കൂടി നിശിതമായും, ക്രിട്ടിക്കലായിട്ടും പരിശോധിക്കാൻ കൂടി ബംഗ്ലാദേശ് കലാപം കാരണമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവിടേക്ക് പഠിക്കാനായിട്ട് ചെല്ലുന്നവർ, അവിടുത്തെ ഒരു നിലനിൽപ്പിനെ അത് ബാധിക്കുന്നു. ഇന്ത്യക്കാരായ കച്ചവടക്കാരുടെ ബിസിനസ്സുകളെ ബാധിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഇടപെടൽ ഇനി ഉണ്ടാവുമോ? ഇപ്പോൾ ഈ പറയുന്ന സുപ്രീം കോടതി വിധിയെ മാനിക്കാതെ ബംഗ്ലാദേശ് സർക്കാർ എന്തെങ്കിലും തീരുമാനമെടുത്താൽ? എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും ഷെയ്ഖ് ഹസീനയുമായിട്ട് നല്ല ബന്ധമാണ്. ബംഗ്ലാദേശ് ഏറ്റവും നല്ല ബന്ധത്തിൽ വന്നത് മോദി ഭരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ 10 കൊല്ലമാണ്. അതുകൊണ്ട് ഈ ഇടപെടാൻ സാധ്യതയുണ്ട്. പിന്നെ സഹായം ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതിനിടയ്ക്ക് മമതാ ബാനർജി കയറിയിട്ട് ഞാൻ സഹായിച്ച് കളയും എന്നൊക്കെ പറയുന്നത് മണ്ടത്തരാണ്. അതിൽ അർത്ഥമില്ല. ഇപ്പോൾ ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് എന്നുള്ളതുകൊണ്ട്, സംസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് കയറി അവരെ സഹായിക്കാനൊന്നും പറ്റില്ല. അവിടുന്ന് ഈ കൊള്ളക്കാരും കൊലയാളികളൊക്കെ വന്ന് ബംഗാളിൽ താമസിക്കുകയും അവിടുന്ന് പിടികൂടുകയും. അപ്പോൾ ആ ഏർപ്പാട് പക്ഷേ ഒരു അന്തർദേശീയ രാഷ്ട്രീയ ഉടമ്പടിയിലൊന്നും പറ്റില്ലല്ലോ. അതായിരിക്കും ഇപ്പം ഗവർണർ പറഞ്ഞേക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു രാജ്യം വേണം മുൻകൈ എടുക്കാൻ. ശരി, ആനന്ദബോസിന്റെ ഈ ആനന്ദവിലാസങ്ങളോട് നമുക്ക് യോജിപ്പില്ലെങ്കിലും അത് മോദി ചെയ്ത വലിയ അബദ്ധമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തെ പോലെ ഒരാളെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരാളെ ഗവർണറാക്കുമ്പോൾ മറ്റു ചിലത് കൂടി, പ്രത്യേകിച്ച് BJP ഒരാളെ ഗവർണറാക്കുമ്പോൾ ധാർമ്മികമായ ചില പരിഗണനകൾ കൂടി ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഈ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ വളരെ ശരിയായ നിലപാടാണ്. കേന്ദ്രം ഗൗരവമായിട്ടത് എടുക്കേണ്ടതും. പക്ഷേ ഇപ്പോൾ അവസാനമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടല്ലോ ഈ പറയുന്ന സംവരണം സംബന്ധിച്ച്, അത് സംബന്ധിച്ച് 48 മണിക്കൂറിനുള്ളിൽ സർക്കാർ ഒരു തീരുമാനം എടുക്കണം. സർക്കാർ പോസിറ്റീവായിട്ടൊരു തീരുമാനം എടുക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഭയങ്കരമായ തിരിച്ചടി അവർക്ക് കിട്ടിയത് 1ഉം 2ഉം അല്ലേ. ഒരു നാട് നിന്ന് കത്തുക, 163 മനുഷ്യർ, പൗരന്മാർ കൊല്ലപ്പെടുക. അവഗണിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല, ആർക്കും അവഗണിക്കാൻ പറ്റില്ല. പോലീസിനെ കൊണ്ടാണ് ഇത്രയും കാലം അടിച്ചമർത്തി നോക്കിയത്. അവരാണ് കൊന്നത്, സ്വന്തം പൗരന്മാരെയാണ് ഈ കൊല്ലുന്നത്. എത്ര കാലം അടിച്ചമർത്താൻ പറ്റും? തീർച്ചയായിട്ടും ബംഗ്ലാദേശ് ഗവൺമെൻറ് എനിക്ക് തോന്നുന്നു ഇന്നോ നാളെയൊക്കെ ആയിട്ട് അതിൻ്റെ തീരുമാനം ഉണ്ടാവുമായിരിക്കും. അതിന് കാത്തു നിൽക്കുകയാണ്. അത് അവർ ഭയങ്കര സംയമനമാണ് കാണിച്ചത്. കോടതി വിധി വന്നതോടെ അവർ സമരം സ്വമേധയാ നിർത്തിവെച്ചു. ലെറ്റസ് വെയിറ്റ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല ലീഡർഷിപ്പുമാണ് അവർ. താരതമ്യേന സമരം നയിക്കുന്ന ഇന്ത്യയിലെ പോലുള്ള സമരമല്ല, താരതമ്യേന ബോധമുള്ള ഒരു സമരത്തിൻ്റെ ലീഡർഷിപ്പും ഞാൻ അതിൻ്റെ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. നല്ലത് പ്രതീക്ഷിക്കാം. ബംഗ്ലാദേശ് ഗവൺമെൻറ് നല്ല തീരുമാനം എടുക്കും. പക്ഷേ കൂട്ടത്തിൽ ഒരു കാര്യം കൂടിയാണ് നമ്മൾ ചേർത്ത് പറയുന്നത്. ബംഗ്ലാദേശിൻ്റെ സമരത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ പരിശോധിക്കാൻ ഇന്ത്യയിലെ ഈ സംവരണവാദികൾ കൂടി സന്മനസ് കാണിക്കണം. അതൊരു വലിയ രാഷ്ട്രീയ പാഠമായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് ഇനിയും അത് അടുത്ത ഡെവലപ്മെൻറ്റ് വരുമ്പോൾ വീണ്ടും ചർച്ച ചെയ്യാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.